कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ഇന്ന് ചീവീടുകളുടെയും പക്ഷികളുടെയും കൂജനം കേട്ട് ഒരു പ്രഭാതത്തിൽ ഉണരാം. സാധാരണ മഹാക്ഷേത്രങ്ങൾക്ക് മുന്നിലേക്ക് നാം യാത്ര നടത്തുന്നു എങ്കിലും തുടക്കം ഒരു നഗരവീതിയിൽ നിന്നാകും. അപ്പോൾ നഗരത്തിൻ്റെ വാഹനങ്ങളുടെ ഒച്ചയും കോലാഹലങ്ങളുമാണ് എപ്പോഴും തുടക്കത്തിലുണ്ടാകാറ്. പിന്നീട് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുമ്പോഴാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷത്തിലേക്ക് നാം എത്തുന്നത്. പക്ഷേ ഇന്ന് തുടക്കത്തിൽ തന്നെ ഒന്ന് ചെവി ഓർത്താൽ ചീവീടിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാം. ഇതൊരു വനമാണ്. ഒരു കാലത്ത് കൊടും വനമായിരുന്നു. ഇന്നിപ്പോൾ ആകാശത്ത് നിന്ന് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് താഴേക്ക് പതിക്കാവുന്ന രീതിയിൽ ഒരു കുറച്ച് തുറസായി കിടക്കുകയാണ്. പക്ഷെ മുൻപ് കാലത്ത് കൊടും വനമായിരുന്നു. മുൻപ് കാലത്ത് എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാലത്ത്, അതിനു മുൻപ് വേണാടിനെ തന്നെ പുനഃസൃഷ്ടിച്ച് തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന മാർത്താണ്ഡവർമ്മ രാജാവാകുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇത് കൊടും വനമായിരുന്നു. മാർത്താണ്ഡവർമ്മ രാജാവാകുന്നതിന് മുൻപുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നാം നിൽക്കുന്ന പ്രദേശം ഏത് എന്ന് ഊഹം കിട്ടിയല്ലോ. സംശയിക്കേണ്ട, ഇത് നാഞ്ചനാട് തന്നെയാണ്. പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ ഇന്ന് കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ പൊന്മന എന്ന് പറയുന്ന പ്രദേശത്താണ് നാം നിൽക്കുന്നത്. പൊന്മന ദേശത്ത് ഇതിനു മുൻപ് പലതവണ നാം വന്നിട്ടുണ്ടെങ്കിലും പൊന്മനയിലെ ഈ ഒരു കാടിനുള്ളിലേക്ക് നാം ആദ്യമായിട്ടാണ് വരുന്നത്. എന്നാൽ ഇന്ന് കാട് മാത്രമല്ല, കാട് കഴിഞ്ഞാൽ ഒരു പുഴയും പുഴയിലരികിലേക്ക് നമുക്ക് പോകാനുണ്ട്. പുഴ മാത്രമല്ല, അണകളും അവിടെ ചേരുന്നുണ്ട്. ഒരുപാട് അണകളും പുഴകളും പുഴയുടെ ജീവിത രീതികളും ഒക്കെ പറയുവാനാകുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം വനത്തിൻ്റെ ദീപ്തമായ ഭാവത്തെ, സ്നേഹത്തെ അറിഞ്ഞുകൊണ്ട്, ഒപ്പം അമ്മയുടെ വാക്കുകളാകുന്ന സൂര്യപ്രകാശത്തെ തിരഞ്ഞുകൊണ്ട്. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. ഗുരു പ്രത്യക്ഷ ദൈവമാണെന്ന് കണ്ടാലേ വളർച്ചയുണ്ടാകൂ. ഗുരു ശരിക്കൊരു ത്യാഗിയാണോ സത്യസന്ധനാണോ എന്ന് നേരിൽ മനസ്സിലാക്കി പൂർണ്ണ വിശ്വാസം വരാതെ ആരെയും ഗുരുവായി സ്വീകരിക്കരുത്. ഗുരുവായി ഒരാളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ
അവിടെ പൂർണ്ണ സമർപ്പണമുണ്ടാകണം. എങ്കിലേ വളരുവാൻ കഴിയൂ. ഗുരുവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് പൂർണ്ണ ശരണാഗതിയാണ്. അമ്മയുടെ, ഗുരുവിൻ്റെ ഈ വാക്കുകൾ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ. ഒരു കാടും പിന്നെ ഒരു പുഴയുടെ ഗതകാല പ്രൗഢിയും ഒക്കെ കണ്ടും അറിഞ്ഞും പറഞ്ഞും നാം ഇന്ന് നിൽക്കുന്നത് പൊന്മനയിലാണെന്ന് പറഞ്ഞല്ലോ. കന്യാകുമാരി ജില്ലയിലെ പൊന്മന. പൊന്മനയിലെ പുത്തൻ അണ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് നാം നിൽക്കുന്നത്. പൊന്മനയിലേക്ക് എത്തുവാൻ നമുക്കറിയാം, മാർഗമറിയാം. മാർത്താണ്ഡത്ത് നിന്ന് ഇതിനു മുൻപ് നാം വന്നിട്ടുണ്ട്. കാരണം 12 ശിവാലയങ്ങൾ നിലകൊള്ളുന്ന പൊന്മനയിലെ തിമ്പലാൻകുടി എന്ന ക്ഷേത്രത്തിൽ 12 ശിവാലയങ്ങളിൽ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രങ്ങൾ കാണാൻ വന്ന സമയത്ത് നാം പൊന്മനയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പൊന്മനയുടെ ഈ ഭാഗത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. മാർത്താണ്ഡത്ത് നിന്നും കൊഴുത്തറയിൽ നിന്നും പൊന്മനയിലേക്ക് എത്താനാകും. പൊന്മനയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പുത്തൻ അണ അഥവാ പുത്തൻ ഡാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് എത്താനാകും. ഈ പ്രദേശം കഴിഞ്ഞ് പിന്നീട് ഈ കാണുന്ന പാലത്തിലൂടെ അക്കരയ്ക്ക് എത്തിയാൽ നമുക്കൊരു ക്ഷേത്രഭൂമിയിൽ എത്താനുമുണ്ട്. അതിനു മുൻപ് പക്ഷേ ഈ പുത്തൻ അണ അല്ലെങ്കിൽ പുത്തൻ ഡാമിനെ വിശദമായി തന്നെ കാണാനും ഈ ഡാമിൻ്റെ ഒരു ചരിത്രം പറയാനുമുണ്ട്. സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. പുത്തൻ അണയുടെ അഥവാ പുത്തൻ ഡാമിൻ്റെ ഈ കാലത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ഉയർന്നു നിൽക്കുന്നൊരു പ്രദേശം. താഴെ എവിടെ നോക്കിയാലും ജലം കാണാവുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് ഒരു വശത്ത് മാത്രം നേരിയ തോതിലാണ് പുഴ ഒഴുകുന്നത്. പുഴ ഒഴുകുന്നത് എന്ന് പറഞ്ഞാൽ മുൻപ് കാലത്ത് ഇവിടെ, അതായത് മഴയുടെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിറയെ ജലം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത് മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാനാകും. നാം നേരത്തെ പറഞ്ഞു 5 അണക്കെട്ടുകൾ, ഏതാണ്ട് 5 അണക്കെട്ടുകളും പല പ്രദേശങ്ങളിലേക്കുള്ള നദികളും ഒക്കെ ഇവിടെ വന്നു ചേരുന്നുണ്ട്. താമ്രപർണിയും ചുറ്റാറും ഒക്കെ ഒത്തുചേരുന്ന പ്രദേശമാണ് ഇത്. ഇവിടെ ഇന്നിപ്പോൾ നാം എത്തുമ്പോൾ ഇന്നത്തെ നമ്മുടെ കാലത്തെ ആലോചിച്ചാൽ കേരളത്തിൽ മഴയില്ലാതെയാകുന്നു. തമിഴ്നാട്ടിൽ പൊതുവേ മഴ കുറവാണ്. കേരളത്തിൽ മഴയില്ലാത്തൊരു കാലഘട്ടം കടന്നു വന്ന് നാം വേനലിൻ്റെ ആധിക്യത്തിൽ കുടിവെള്ളം ലഭിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായും വരാൻ പറ്റുന്നൊരു പ്രദേശത്തേക്കാണ് നാം എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നല്ലേ, ഇന്നിപ്പോൾ 2017 വർഷം. മെയ് മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, അതായത് വേനൽ അതിൻ്റെ കടുപ്പത്തിൽ നിൽക്കുന്ന സമയത്ത് നാം ഈ ഒരു മഴയെക്കുറിച്ചും മഴയുടെ ദൗർലഭ്യത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഇതുപോലൊരു കാലഘട്ടം മുൻപും ഉണ്ടായിരുന്നു. അതായത് മാർത്താണ്ഡവർമ്മ രാജാവായിരുന്ന കാലത്ത്, പത്മനാഭപുരം കേന്ദ്രമാക്കി അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് പ്രജാക്ഷേമ തൽപരനായിരുന്ന രാജാവ് എപ്പോഴും പ്രജകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഏറെ വ്യാകുലപ്പെടുമല്ലോ. പത്മനാഭപുരത്തിന് ആകെ ജലം ലഭിച്ചിരുന്നത് ഈ പുഴകളിൽ നിന്നായിരുന്നു. പക്ഷേ 1729 കാലഘട്ടത്തിൽ കഠിനമായൊരു വരൾച്ചയുണ്ടാവുകയും മഴ തീരെ പെയ്യാത്ത ഒരവസ്ഥ വരികയും ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, മഴ പെയ്യിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ നിന്ന രാജാവിന് പിന്നീട് ഉപദേശം ലഭിക്കുകയാണ് ചെയ്തത്. പഞ്ചകന്യകാ ക്ഷേത്രം സ്ഥാപിക്കുക, അവിടെ ജലധാര കഴിപ്പിക്കുകയാണ്. പഞ്ചകന്യക എന്ന നദീദേവതമാരാണ്. നദീദേവതമാരുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും അവിടെ ജലധാര കഴിക്കുകയും ചെയ്യണം എന്നുള്ള നിർദ്ദേശം കിട്ടിയതിനു ശേഷം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടെ വന്ന് അപ്രകാരം ചെയ്തു. ഈ പുഴയുടെ തീരത്ത് വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും അവിടെ ജലധാര നടത്തുകയും ചെയ്തു. ജലധാര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ
കാർമേഘം വന്നു കൂടുകയും മഴ വളരെ ശക്തമായ മഴ പെയ്യുകയും പുഴയാകെ നിറഞ്ഞൊഴുകുകയും ജലക്ഷാമം പൂർണ്ണമായി പരിഹരിക്കുകയും ചെയ്തു. അങ്ങനെ മഴ പെയ്യ്ക്കുന്ന മൂർത്തി നിലകൊള്ളുന്ന ക്ഷേത്രഭൂമിയാണ് നാം ഇന്ന് അന്വേഷിച്ചു പോകുന്ന ക്ഷേത്രം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പഞ്ചകന്യകമാരെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ആ പഞ്ചകന്യകാ ക്ഷേത്രം പൊന്മനയിലെ പുത്തനണയിലെ പഞ്ചകന്യകാ ക്ഷേത്രം തിരഞ്ഞാണ് നാം പോകുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം, അന്ന് മഴ പെയ്യ്ക്കുവാൻ ആ രാജാവ് ജലധാര കഴിച്ചുവെങ്കിൽ ഇന്ന് നമുക്ക് ഉദയാമൃതത്തിൻ്റെ സംഘത്തിന് ഒത്തുചേർന്ന് നിന്ന് മനസ്സുകൊണ്ട് ഒരു ജലധാര കഴിപ്പിക്കാം പഞ്ചകന്യകാ ക്ഷേത്രത്തിൽ. ആ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ യാത്ര. നമ്മുടെ നാട്ടിൽ നിന്നല്ല, എല്ലായിടത്തും മഴ പെയ്യട്ടെ, ജലക്ഷാമം ഉണ്ടാകാതിരിക്കട്ടെ, കുടിവെള്ളത്തിന് വേണ്ടി ആരും ബുദ്ധിമുട്ടാതിരിക്കട്ടെ. പുഴ കടന്ന് അണക്കെട്ട് കടന്ന് നാം ഇനി പതിയെ ഒരു ക്ഷേത്രഭൂമിയിലേക്ക് എത്തുകയാണ്. പഞ്ചകന്യകാ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ക്ഷേത്രമാണ്. മുൻപ് കാലത്ത് കരിങ്കല്ലിൽ പണിതിരുന്ന, അതായത് രാജാവിൻ്റെ കാലത്ത് പണിതിരുന്ന ക്ഷേത്രങ്ങളുടെ എല്ലാം മുഖഛായകൾ തോന്നിക്കുന്നൊരു ക്ഷേത്രം മുൻപ് കാലത്തുണ്ടായിരുന്നു എന്നതിൻ്റെ ലക്ഷണം ദൂരെ നിന്ന് കാണിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രം നമുക്കവിടെ കാണാനാകും. ആ ക്ഷേത്രം പക്ഷേ അന്ന് ചെറിയ ക്ഷേത്രം തന്നെയായിരുന്നു. പഞ്ചകന്യകാ സാന്നിധ്യം മാത്രം വെച്ച് ജലധാര കഴിക്കുകയാണ് ഉണ്ടായത്. ഒരു അരയാലിന് ചുവട്ടിലാണ് മാർത്താണ്ഡവർമ്മ വിഗ്രഹങ്ങൾ ആദ്യം പ്രതിഷ്ഠിക്കുന്നത്. വിഗ്രഹ കാഴ്ചകളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും പറയുന്നതിന് മുൻപ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത പറയാം. ഇവിടെ പുഴ ഒഴുകുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കർക്കിടക മാസത്തിലെ വാവുബലി, അതായത് പ്രത്യേകിച്ച് പിതൃക്കൾക്ക് നൽകുന്ന ബലി, അത് ഇവിടെ നടത്തിയാൽ വളരെ വിശേഷമാണെന്നാണ് പറയുന്നത്. പുഴ ഒഴുകുന്നത് അത്ര കെങ്കേമമായ ഒരു രീതിയിലായതുകൊണ്ടും മാത്രമല്ല പുഴയുടെ സാന്നിധ്യമുള്ളിടത്ത് വനമുള്ളത് കൊണ്ടും വനത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് പഞ്ചകന്യകാ സാന്നിധ്യമുള്ളത് കൊണ്ടുമാണ് ഇവിടുത്തെ പിതൃതർപ്പണം കെങ്കേമമായി തീരുന്നത്. ഏതായാലും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആദ്യം വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഒരു അരയാലിൻ്റെ ചുവട്ടിലാണ് എന്ന് പറയുമ്പോൾ ഒരു അരയാൽ നമുക്കിവിടെ കാണാനുണ്ട്. അരയാലിനെ തൊട്ടു വന്ദിച്ച് അരയാലിനെ വലം ചെയ്ത് ഒരല്പം മുകളിലേക്ക് പടവുകൾ കയറിയാലാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താനാവുക. മഴ പെയ്യുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലം. ആ കാലം കടന്ന് നാം ഏറെ ദൂരം പോകുന്നു. പക്ഷേ മഴ ഇന്നും നമുക്ക് തീവ്രമായൊരു ആവശ്യമാണ്. ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും മനസ്സുരുക്കുന്നുണ്ട്. ഒന്ന് മഴ പെയ്തിരുന്നുവെങ്കിൽ എന്ന് ഈ കാലത്ത് പ്രാർത്ഥിക്കാത്ത ആരെങ്കിലുമുണ്ടോ? ഈ തിരുനടയിൽ നാം എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ആ പണ്ട് കാലത്തിൻ്റെ 1729 കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഡാം പണിയുന്നത്. ആ ഡാം പണിയുന്ന സമയത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതെന്നാണ് പറയുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഡാം പണിയുന്നതെന്നുള്ള ചരിത്രം നാം പറഞ്ഞു. ആ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് എല്ലാ പ്രാർത്ഥനകളും കേട്ടുവന്ന 5 ശിലകളാണ്. ഒരൊറ്റ ശിലയിലാണ് വിഗ്രഹമുള്ളത്. നാഗശിരസുകളാണ്. നാഗശിരസുകളിലെല്ലാം ദേവീഭാവങ്ങളുണ്ട്. മധ്യത്തിലുള്ള ശിലയിൽ മാത്രം മുഖഭാവത്തിന് ഗോളക ചാർത്തിയിട്ടുണ്ട്, സുവർണ്ണ നിറത്തിലുള്ള ഗോളക ചാർത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ മുഖങ്ങളും കാണുവാനാകും. 5 കന്യകമാരാണ്. 5 കന്യകമാരെന്ന് പറയുമ്പോൾ ഗംഗയും സരസ്വതിയും യമുനയും കാവേരിയും നർമ്മദയും ഒക്കെ ഒത്തുചേരുന്നുണ്ട്. ഇവിടെ 5 നദികളാണ്. സപ്തനദീ സങ്കല്പങ്ങളുണ്ട്. അതിൽ തന്നെ സരസ്വതി സങ്കല്പം അന്തർഗാമിനി ആയതുകൊണ്ട് ഗോദാവരി സങ്കല്പത്തെയാണ് ഇവിടെ പറയുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും 5 നദീഭാവങ്ങളാണ്. ഈ 5 നദീഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ നാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശിവ ജടയിൽ നിന്ന് പുറത്തേക്ക് ഭൂമിയിലേക്ക് വന്ന് പതിച്ച ആ ദേവഗംഗാഭാവത്തെ, ആകാശഗംഗാഭാവത്തെയാണ് ഗംഗാദേവിയായി നാം കാണുന്നത്. ശിവസരസിൽ നിന്ന് പുറപ്പെട്ട ഗംഗാദേവി. എന്നാൽ തൊട്ടരികിലുള്ളതോ കൃഷ്ണൻ അവതാരമായി ഗോകുലത്തിൽ വന്ന് പിറക്കുമെന്നറിഞ്ഞ് കൃഷ്ണനും 3000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ വന്ന് തപസ്സിരുന്ന കാളിന്തി എന്ന യമുനാ നദിയാണ് തൊട്ടരികിലുള്ളത്. അപ്പോൾ ശൈവ വൈഷ്ണവ സാന്നിധ്യങ്ങൾ ഇതേ ശ്രീകോവിൽ നിലകൊള്ളുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുകൂടാതെ ഇനി കാവേരിയെക്കുറിച്ച് പറഞ്ഞു വന്നു. അഗസ്ത്യമുനിയുടെ തപസ്സിൻ്റെ ശക്തിയെല്ലാം ഒത്തുചേർന്ന് തപോജലം, കമണ്ഡലൂരിലിരുന്ന ജലം, അത് കാക്ക തട്ടി മറിച്ചിടുകയും അങ്ങനെ കാക്ക വിരിച്ച പ്രദേശം, കാക്ക വിരിച്ച് ഒഴുകിയ ജലം കാകവിരി എന്നും പിന്നീട് കാവേരി എന്നും അറിയപ്പെടാൻ തുടങ്ങിയതാണ്. അഗസ്ത്യമുനിയുടെ തപസ്സിൻ്റെ ശക്തി. അപ്പോൾ ശിവസാന്നിധ്യം, വൈഷ്ണവ സാന്നിധ്യം, ഋഷി സാന്നിധ്യം, അതായത് ഗുരു സാന്നിധ്യം ഇവിടെ നിറയുന്നു എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഓരോ നദികൾക്കുമുണ്ട്. നർമ്മദയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സങ്കല്പം എന്ന് പറഞ്ഞാൽ ശിവന്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർ തുള്ളിയാണ് എന്നാണ്. അതിലും ശൈവ സാന്നിധ്യം, അതിലും നിർമ്മലമായ ഭാവം നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ എല്ലാ സങ്കല്പങ്ങളും നിറഞ്ഞു നിൽക്കുന്ന 5 ദേവതാഭാവങ്ങൾ, 5 കന്യകമാരാണ് ഇവിടെ നിലകൊള്ളുന്നത്.
5 കന്യകമാരെന്നാൽ പ്രകൃതിയുടെ ആ കന്യകാഭാവത്തെ കൂടി ഇവിടെ പറയുകയാണ്. അങ്ങനെയുള്ള ദേവിമാർ നിലകൊള്ളുന്ന ശ്രീകോവിൽ കാഴ്ചയിൽ വലിപ്പമുള്ളതല്ല, ശില്പാലങ്കൃതമല്ല, ഒന്നും തന്നെയല്ല. പക്ഷേ കരിങ്കല്ലിൽ തീർത്ത ഒരു പുരാതന ഭാവം ശ്രീകോവിലിൻ്റെ പുറത്തു നിന്ന് കാണുന്നത് പോലെ തന്നെ അകത്തും ചിലയിടങ്ങളിൽ കാണാനാകും. പക്ഷേ അടർന്നു വീണ് പോകാതിരിക്കാനോ മറ്റോ പിന്നീട് കോൺക്രീറ്റ് കൊണ്ട് അതിനെ താങ്ങി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഈ ശ്രീകോവിലെ സാന്നിധ്യവും ശിലകളും ആ പഴയ കാലത്തിൻ്റെതാണ്. ഒപ്പം ഈ ചൈതന്യങ്ങളെല്ലാം പഞ്ചകന്യകമാരുടെ, പ്രകൃതി മാതാവിൻ്റെ, ദേവീഭാവത്തിൻ്റെ, എല്ലാ ഭാവത്തിൻ്റെയും ശക്തിഭാവങ്ങളും പ്രകൃതിഭാവങ്ങളും നിറയുന്നതിനോടൊപ്പം തന്നെ ശിവസാന്നിധ്യം, വൈഷ്ണവ സാന്നിധ്യം, ഋഷി സാന്നിധ്യം, അങ്ങനെ എല്ലാം ഈ ഒരൊറ്റ ശ്രീകോവിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പരശുരാമൻ മഴു എറിഞ്ഞ് മലയാള നാടുണ്ടാക്കിയ നാൾ തൊട്ട് കേരളമാകെ മുഴങ്ങുന്നതാണ് ആ വാക്ക്. ചങ്ങാതിമാരായ അളിയന്മാർ, അമളി പറ്റിയ അളിയന്മാർ, തമ്മിൽ തല്ലിയ അളിയന്മാർ, അളിയന്മാർ പലവിധം. ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയുന്നത്. കഥയിലും സിനിമയിലും അയൽപക്കത്തും നിങ്ങൾ കണ്ട അളിയന്മാർ ഇവിടെ ഇല്ലേ ഇല്ല. ഈ അളിയന്മാർ അമൃത ടിവിയിൽ മാത്രം. ഫെബ്രുവരി 17 മുതൽ വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് തുറന്ന് പൊട്ടിച്ചിരിക്കായി കാത്തിരിക്കും. എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. പഞ്ചകന്യകാ ക്ഷേത്രഭൂമിയിൽ എത്തിയ നാം ക്ഷേത്രക്കാഴ്ചകളും പ്രധാന ശ്രീകോവിലിൻ്റെ വിശ്വാസങ്ങളും മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ പൂജാതി കാര്യങ്ങൾ പാരമ്പര്യമായി നടത്തി വരുന്നതാണ്. അതായത് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സ്വാമി 5 വർഷം മുൻപാണ് അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഇതിൻ്റെ ഒരു പൂജാതി കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്, ശ്രീ ഗണപതി സ്വാമി. അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചില വിശ്വാസങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒരു ഉത്സവകാലങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാനാകും. നമസ്കാരം. பஞ்சகன்னிகா க்ஷேத்திரம் இந்த மாதிரி ஒரு கோவில் இங்கே இது மட்டும் தானே இருக்குது? பழைய கோவில் ஒன்று இருக்குது. பழைய கோவில் இங்கே இருக்குது. பெருஞ்சாணி பெருஞ்சாணியா? அதாவது மார்த்தாண்ட பாண்டியராஜா பிரதிஷ்டை பண்ணது. ஓஹோ. இது மார்த்தாண்ட மகாராஜா பிரதிஷ்டை பண்ணது. ஓ, பாண்டியராஜா பிரதிஷ்டை பண்ண பஞ்சகன்னிகா கோவில் அங்கே இருக்குது, பெருஞ்சாணியில் இருக்குது. ഇവിടെ നിന്ന് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് പൂജകളുള്ളത്? പഞ്ചകന്യക അത് നദീദേവതമാരായിട്ട് കരുതി തന്നെയാണോ പൂജ ചെയ്യുന്നത്, അതോ പഞ്ചഭൂതങ്ങളായിട്ടാണ്? പഞ്ചഭൂതങ്ങൾക്കാണ് പൂജ ചെയ്യുന്നത്. പിന്നെ ഉത്സവകാലത്ത് എന്തൊക്കെ പൂജകളുണ്ട് ഇവിടെ? ഈ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പിന് പുറത്ത് നമ്മൾ ഈ കാണുന്ന ബിംബമാണ് കൊണ്ടുപോകുന്നത് അല്ലേ? മധ്യത്തിൽ ഗംഗാദേവി തന്നെയല്ലേ സങ്കല്പം? ഉത്സവം ഏത് സമയത്താണ്? ആവണി മാസത്തിൽ ആണ്. ആവണി മാസം എന്ന് പറയാൻ മലയാളത്തിൽ ചിങ്ങമാസം. ചിങ്ങമാസത്തിൽ ഉത്സവം വരുന്നത് പഞ്ചകന്യകമാർ നദീദേവതമാരാണ്. ചിങ്ങമാസം എന്ന് പറയുന്നത് കൃഷിയുടെ എല്ലാം വിശേഷപ്പെട്ട ഒരു കാലമാണ്. അപ്പോൾ ആ കാലത്ത് തന്നെയാണ് ഇവിടെ ഉത്സവം വരേണ്ടത്. പഞ്ചകന്യകാ സങ്കല്പം പഞ്ചഭൂതങ്ങളായിട്ടും സങ്കല്പിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇവിടെ നമുക്ക് കാണാനാകും 5 സ്ത്രീ ഭാവങ്ങൾ തന്നെയാണ് വിഗ്രഹരൂപമായിട്ടുള്ളത്. അതിൽ മധ്യത്തിൽ ഗംഗാദേവിയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. തുടക്കത്തിലേ നാം പറഞ്ഞു, മഴ പെയ്യാതാകുന്ന കാലത്താണ് പലപ്പോഴും നദീദേവതമാരെ ആരാധിച്ചിരുന്നത്. പണ്ട് കാലത്ത് വരുണനെ ആരാധിച്ചിരുന്നത്. ഇവിടെ മഴ പെയ്യാത്തൊരു കാലത്ത് പണിത ക്ഷേത്രമാണിത്. ഇന്നും ആവണി മാസത്തിൽ ഇവിടുത്തെ ഉത്സവകാലം വരുമ്പോൾ മഴ പെയ്യും, നിർബന്ധമായും മഴ പെയ്തിരിക്കും. മഴയില്ലാതെ വരുമ്പോഴും പലപ്പോഴും കർഷകരൊക്കെ ഇന്നും ഇവിടെ പഞ്ചകന്യകമാർക്ക് മുന്നിലാണ് വന്ന് പ്രാർത്ഥിക്കുന്നത്.
1729 കാലഘട്ടത്തിൽ സ്ഥാപിതമായ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പഞ്ചകന്യകാ ക്ഷേത്രം. ഈ പഞ്ചകന്യകാ ക്ഷേത്രത്തിലെ വിശ്വാസങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാലം പിന്നീട് പലത് കടന്നു പോയപ്പോൾ വീണ്ടും ഇവിടെ ചില വിശ്വാസങ്ങളും വിഗ്രഹരൂപങ്ങളുമൊക്കെ ആരാധനാ സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. പഞ്ചകന്യകാ സാന്നിധ്യമുള്ളിടത്ത് ദേവീഭാവം അത്രമാത്രം ജ്വലിച്ചു നിൽക്കുന്നു എന്നുള്ളത് പ്രശ്നവിദ്യയിൽ തെളിഞ്ഞതുകൊണ്ടാണ് പിന്നീട് മറ്റൊരു ദേവീ സങ്കല്പത്തിന് ഇവിടെ ഒരു സാന്നിധ്യമുണ്ടായത്. ഭദ്രകാളി സാന്നിധ്യമാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഇവിടെ ദേവീ സാന്നിധ്യം വടക്കോട്ട് ദർശനമായി നിലകൊള്ളുകയാണ്. വടക്കോട്ട് ദർശനമായി സവിശേഷമായ ഭാവത്തിൽ നിലകൊള്ളുമ്പോൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സാധാരണ നടത്താറുള്ള എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളും ഈ ക്ഷേത്രഭൂമിയിൽ ഉണ്ട്. ഇവിടെ ഉപദേവതയായിട്ടല്ല, പ്രധാന ദേവതയായിട്ട് തന്നെയാണ് ഭദ്രകാളി സാന്നിധ്യമുള്ളത്. ഇന്ന് ഈ ക്ഷേത്രം പഞ്ചകന്യകാ ക്ഷേത്രം എന്നുള്ളതിനേക്കാൾ കൂടുതൽ പൊന്മന അമ്മൻ ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പോലും. ഇനി ഉപദേവതാമൂർത്തി വിശേഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ശ്രീകോവിൽ തന്നെ, അതായത് കരിങ്കല്ലിൽ പണിതിട്ടുള്ള ക്ഷേത്രമായിരുന്നു എങ്കിലും മുകൾ തട്ടുകൾ മാത്രം അങ്ങനെ ബാക്കിയാക്കിക്കൊണ്ട് ചുറ്റുവട്ടത്താകെ ക്ഷേത്രത്തെ പുതുക്കി നിർമ്മിച്ച് ശ്രീകോവിലുകളെല്ലാം ഒരു ഇളമതിൽ നിർമ്മിച്ചിരിക്കുന്നതിന് സമാനമായ രീതിയിലാണ് കാണപ്പെടുന്നത്. പൂർണ്ണമായും അടച്ച ശ്രീകോവിലുകളല്ല. ഇവിടെ ഉപദേവതാമൂർത്തിയായി ഗണപതി സാന്നിധ്യമുണ്ട്. ഗണപതി സാന്നിധ്യമാകുന്നതിന് തൊട്ടരികിലൊരു വേല് സ്ഥാപിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യ സങ്കല്പത്തിൻ്റെ സാന്നിധ്യത്തെ വരുത്തിക്കൊണ്ടൊരു വേല് സ്ഥാപിച്ചിട്ടുണ്ട്. അതല്ലാതെ ശിവലിംഗം കാണുന്നുണ്ട്. ശിവലിംഗ പ്രതിഷ്ഠയല്ല, ശിവലിംഗാകൃതിയല്ല ഉള്ളത്, മറ്റൊരു വ്യത്യസ്തമായ ആകൃതിയിലാണുള്ളത് ശിവലിംഗഭാവം. അതിൽ മുഖം വരച്ച് ചേർത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് സ്വയംഭൂ ശിലകളും നാഗഭാവങ്ങളും ഒക്കെ ഇവിടെ കാണാനാകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഉപദേവതാമൂർത്തികൾ. പഞ്ചകന്യകാ ക്ഷേത്രം ചെറുതാണ് നാം തുടക്കത്തിൽ പറഞ്ഞുവല്ലോ. എന്നാൽ വിശ്വാസങ്ങളെ അറിയുമ്പോൾ, ആ വിശ്വാസ സങ്കല്പങ്ങളെ മനസ്സിലാക്കുമ്പോൾ മഹത്തരമായൊരു സാന്നിധ്യം നിലകൊള്ളുന്നുവെന്നും മഴ പെയ്യിക്കുന്ന മൂർത്തികളാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നും നാം മനസ്സിലാക്കും. ഒരു കാലത്ത് കാടായിരുന്ന, നിറഞ്ഞൊഴുകിയിരുന്ന പുഴകളുണ്ടായിരുന്നൊരു ദേശം. അവിടെ കുടികൊണ്ടിരുന്ന പഞ്ചകന്യകമാർ. ഇന്ന് കാലം മാറിയിട്ടും വനത്തിൻ്റെ ഭാവങ്ങൾ ഏറെയൊന്നും മാറാതെ, അതായത് ചില വൃക്ഷങ്ങളെങ്കിലും ബാക്കിയാക്കിക്കൊണ്ട്, ഒഴുകുന്ന പുഴയിൽ ഒരല്പമെങ്കിലും മെലിഞ്ഞുപോയി എങ്കിലും ഒരല്പമെങ്കിലും ജലം ബാക്കിയാക്കിക്കൊണ്ട് പ്രകൃതി ഇന്നും ഇവിടെ ബാക്കി നിൽക്കുകയാണ്. അന്ന് മഴ പെയ്യാത്ത കാലത്തും ഇന്നും മഴ പെയ്യാത്ത കാലത്തും അനുഗ്രഹങ്ങൾ നൽകുവാൻ നമുക്ക് ആശ്രയിക്കുവാനാകുന്നത് ഈ കന്യകമാരെ തന്നെയല്ലേ, ഈ ദേവീഭാവങ്ങളെ തന്നെയല്ലേ. കന്യാകുമാരി ജില്ലയിലാകെ എല്ലായിടത്തും ജലം എത്തിക്കുന്ന ജലസ്രോതസ്സാണ് ഇവിടെ ഉള്ളത്. ഇന്ന് ജലം വളരെ കുറഞ്ഞ അവസ്ഥയിലാണ് നാം കാണുന്നത്. നിറയെ ജലമുണ്ടാകും, നിറഞ്ഞൊഴുകുന്നൊരു ജലസമൃദ്ധിയുടെ കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇവിടുത്തെ ചുറ്റുവട്ടത്തെ വൃക്ഷങ്ങളെല്ലാം കാണിക്കുന്നത്. ധാരാളം വെള്ളം വലിച്ചെടുത്ത് ഊർജ്ജത്തോടു കൂടി നിൽക്കുന്ന വൃക്ഷങ്ങൾ ധാരാളം ഇന്നും ഇവിടെ ബാക്കി നിൽക്കുകയാണ്. അങ്ങനെ വറ്റി വരണ്ട്, പൂർണ്ണമായും വറ്റി വരണ്ടു പോകാതെ മഴയെല്ലാം തിരിച്ചു വരുവാനും ആ മഴ ഏറ്റുവാങ്ങി മരങ്ങളെല്ലാം വീണ്ടും തഴച്ചു വളരുവാനും പ്രാർത്ഥിക്കുവാനൊരു അവസരം. മഴ പെയ്തില്ല എങ്കിൽ ഇനി നമുക്ക് വരൾച്ചയുടെ ഒരു വലിയ ഭൂമികയാണ് കാണാനിരിക്കുന്നതെങ്കിൽ, വരൾച്ചയുടെ കാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ നാം, നമ്മുടെ വരും തലമുറ ഒക്കെ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരും, കഷ്ടപ്പാടുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. നമുക്ക് ശ്രമിക്കാം. പഞ്ചകന്യകമാർക്ക് മാത്രമല്ല, ഈ പ്രകൃതിയിലെ എല്ലാ ദേവീഭാവങ്ങൾക്കും അമ്മഭാവങ്ങൾക്കും മുന്നിൽ പ്രാർത്ഥിക്കാം. മഴയെല്ലാം വീണ്ടും പെയ്യട്ടെ, മരമെല്ലാം മുളയ്ക്കട്ടെ, മലകളെല്ലാം പച്ചപ്പിൻ്റെ സമൃദ്ധി അറിയട്ടെ. അങ്ങനെ മനുഷ്യൻ നല്ല വായു അറിഞ്ഞ് ജീവിക്കട്ടെ. ഈ പ്രപഞ്ചം നന്മയുടേതാകട്ടെ. ലോകം മുഴുവനും സുഖം നിറയട്ടെ.